നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം ട്രൈ ആക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ചായപലഹാരമാണിത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ബന്ന് റെഡിയാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് എടുത്തത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അത് അവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ ഞാൻ 3 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു മുട്ടയും കൂടി ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബന്നിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മുട്ടക്ക് പകരം പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പാല് ചേർത്താലും നമ്മുടെ ബന്നിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അപ്പൊ ഞാനിപ്പോ മുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ആക്റ്റീവ് ആവാൻ വെച്ചിട്ടുള്ള ആ ഒരു ഈസ്റ്റും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല പോലെ ഇത് കുഴച്ചെടുക്കണം. ഇത് കുഴക്കുന്ന സമയത്ത് ചിലപ്പം കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ മുട്ട ചേർക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളതും പാൽ തന്നെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ നമ്മൾ ഇതേപോലെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ടുള്ള ഒരു ഡോ ആക്കിയതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കുറച്ചൊന്ന് പൊന്തി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം. ഒരേ സൈസിലുള്ള ബോളാക്കിയിട്ട് എടുക്കണേ. കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഓവനിലാണ് വെക്കുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ നിങ്ങളൊരു 15 to 20 മിനിറ്റ് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഓവനിലല്ല കേട്ടോ കുക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് കുക്ക് ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ എല്ലാം ഒരേപോലെ ഒരേ സൈസിലാക്കിയതിന് ശേഷം ഒരു കേക്ക് ടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ഇതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ചെയ്ത പോലെ ബട്ടർ പേപ്പർ വെക്കണ്ട കേട്ടോ. ബട്ടർ പേപ്പർ വെച്ചിട്ട് എനിക്ക് പണി കിട്ടിയതാണ്. അപ്പൊ അതെന്താന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഈ കേക്ക് ടിന്നിലേക്ക് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ചെറിയ ചെറിയ സ്പേസ് വിട്ടാൽ മതി. എന്നിട്ട് മൊത്തം നമുക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഞാനിതിപ്പോ പൂരിയെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു സൈസിലാണ് കേട്ടോ ബോളാക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങുന്ന പാവ് ബണ്ണിന്റെ ആ ഒരു സൈസിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ഒരു പഴയ പാത്രം അടിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു കേക്കിനെ ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിന്റെ മുകളിൽ ഞാനിതാ കുറച്ച് പാലാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ എല്ലാത്തിന്റെ മുകളിലും പാലാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് എള്ള് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കാണാനും കുറച്ച് ഭംഗിയുണ്ടാവും എള്ള് ഇട്ട് കൊടുത്താൽ. അപ്പൊ മൊത്തം ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്കിനി മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 10 to 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ ഇത് കുക്കായിട്ട് വരും. ഫുൾ ടൈം ചെറിയ തീയിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ ഇത് നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ മുകളിൽ കളറായിട്ടില്ല. മുകളിൽ കളറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് പാലാക്കി കൊടുക്കാം. ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ പാലാക്കിയതിന് ശേഷം നമുക്കിനി വേറൊരു പാത്രം എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. മുകളിലത്തെ ഭാഗം അടിയിലാവുന്ന രീതിയിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഇത് മറിച്ചിട്ട് കൊടുത്തത്. ഇത് മറിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ബട്ടർ പേപ്പർ ഇതിൽ നിന്ന് അടർത്താൻ പറ്റുന്നുണ്ടായിട്ടില്ല. ഇത് ഒട്ടി പിടിച്ചിട്ട് ഇതിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടർത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ബട്ടർ പേപ്പർ ഒന്നും വെക്കണ്ട, ജസ്റ്റ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ലാസ്റ്റ് ഞാൻ അടിയിലുള്ള ബട്ടർ പേപ്പർ മാറ്റിയിട്ട് വെറും ദോശക്കല്ലിൽ മാത്രമാണ് വെച്ച് കൊടുത്തത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് ടൈമിലും കുക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചാൽ മതിയേ. അപ്പൊ എല്ലാ ബന്നും നമ്മൾ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ കുറച്ച് സമയം മാത്രം കുക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്കിന് ഇതിന്റെ കളറെല്ലാം നന്നായിട്ട് മാറി വരും. നമ്മൾ ഇതുപോലെ വെച്ചിട്ട് പിന്നെ കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നല്ല കളറായിട്ട് വരും ചെയ്യും. അപ്പൊ ഉണ്ടോ ഇതുപോലെ രണ്ട് സൈഡും നല്ല കളറായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ബന്നൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ബന്നാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഞാനൊരു സിമ്പിൾ മസാലയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിലും ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതെല്ലാം വാടി വന്നു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി,
മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. പൊടിന്റെ പച്ചമണെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ ഈ മസാല എല്ലാം സൈഡിലോട്ട് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിന്റെ നടുക്കായിട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ചിക്കി പൊരിച്ചെടുത്തിട്ട് മസാലയിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ സോസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ബൻ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്യാം. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഉൾഭാഗത്തെല്ലാം നല്ലോണം കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് ഇതുപോലെ സോസും കൂടി ആക്കി കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ കാണാൻ കുറച്ചും കൂടി രസം ഉണ്ടാവും. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചായപലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റ് ചെയ്യണേ.